നമുക്കിതൊരു ബീറ്റ്റൂട്ട് കിച്ചടി ആയാലോ? അതിന് വേണ്ടിയിട്ട് 1/4 കിലോ ബീറ്റ്റൂട്ട് നന്നായിട്ട് ചീകിയെടുക്കുക, ഗ്രേറ്റ് ചെയ്തെടുക്കുക. ഇനി അതിന് വേണ്ടിയുള്ള ചേരുവകൾ എന്ന് പറഞ്ഞാൽ തേങ്ങ, ഒരു തേങ്ങയും, ഒരു 1/4 ടീസ്പൂൺ ജീരകം, ഒരു 1/4 ടീസ്പൂൺ കടുക്, ഇത് രണ്ടാണ് അതിൻ്റെ മെയിൻ ചേരുവ. പിന്നെ എരിവിന് ആവശ്യമുള്ള പച്ചമുളകും കൂടി നമുക്ക് ചേർത്ത് അരയ്ക്കാം. അരയ്ക്കുമ്പോൾ ചെയ്യേണ്ടത് തൈര് ചേർത്തോണം അരയ്ക്കാൻ. വെള്ളം ചേർത്ത് അരയ്ക്കാറില്ല, തൈര് ചേർത്താണ് അരപ്പ് അരയ്ക്കുന്നത്. ഇനി നമുക്ക് അരപ്പ് ആകുമ്പോഴേക്കും നമുക്ക് അടുപ്പത്ത് കടുക് പൊട്ടിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാം. വെളിച്ചെണ്ണ ചൂടാക്കി കടുക് പൊട്ടിച്ച് കറിവേപ്പില ഇട്ട് ഉണക്കമുളകും ചേർത്ത് കടുക് പൊട്ടിക്കുക. അപ്പോൾ കടുകും ഉണക്കമുളകും സാധാരണ ചെയ്യുന്നതല്ല, കടുകും ഉണക്കമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് അങ്ങോട്ട് കടുക് പൊട്ടിക്കുക. ഉള്ളി ചേർക്കാറില്ല. കടുക് പൊട്ടി വരുന്നേ ഉള്ളൂ. ഇനി ഉണക്കമുളകും കറിവേപ്പിലയും ചേർത്ത് കടുക് വറുത്ത ശേഷം നമുക്കതിലേക്ക് ചീകി വെച്ച അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്ത് വെച്ച ബീറ്റ്റൂട്ട് ചേർത്ത് വഴറ്റണം. ഇനി നന്നായിട്ടൊന്ന് വഴറ്റി ആ ബീറ്റ്റൂട്ടിൻ്റെ പച്ച മണം അല്ലെങ്കിൽ പച്ച ചൊവ ഒന്ന് മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിലേക്ക് ആവശ്യമുള്ളതിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് വരുന്ന ശേഷം നമുക്ക് അതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതിനകത്തുള്ള വെള്ളത്തിൻ്റെ കണ്ടൻറ്റോ അല്ലെങ്കിൽ ആ പച്ചച്ചവ അത് ഓർത്താൽ മതി. വെള്ളം വറ്റി പച്ചച്ചവ മാറുമ്പോഴേക്കും നമ്മൾ അരപ്പങ്ങ് ചേർത്ത് കൊടുക്കാം. ആ ബീറ്റ്റൂട്ട് ഗ്രേറ്റ് ചെയ്ത പാത്രത്തിലേക്കാണ് അരപ്പ് ഒഴിച്ചത് കേട്ടോ. അതുകൊണ്ടാണ് ഒരു ചെറിയ ചുവപ്പ് നിറം വന്നേക്കുന്നത്. തെറ്റിദ്ധരിക്കണ്ട, വേറെ മായമൊന്നും ചേർത്തിട്ടില്ല. അപ്പം നന്നായിട്ട് മിക്സ് ചെയ്തു നമ്മളുടെ ബീറ്റ്റൂട്ട് കിച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് 2-3 ദിവസം കേടാവാതിരിക്കുന്ന ഒരു തൊടുകറി അല്ലെങ്കിൽ തൊട്ടുകൂട്ടാനാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ബൈ.